നമസ്കാരം. UPA അഥവാ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ഇപ്പോൾ വീണ്ടും അതിശക്തമായ രീതിയിൽ തിരിച്ചു വരുന്നതിനുള്ള നീക്കങ്ങൾ കൂടുതൽ വിപുലീകരിക്കാനുള്ള നീക്കം ഇപ്പോൾ കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. AICC ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ അത് വിപുലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കോർത്തിറക്കുന്നതാണ്. ഇന്ത്യ മുന്നണി എന്നത് അപ്രായോഗികമാണെന്ന തിരിച്ചറിവ് എല്ലാവരിലും ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു തീരുമാനമാണിത്. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയെയും ഒക്കെ തന്നെ അവരെ ഒന്നും തന്നെ ഇന്ത്യ മുന്നണിയിൽ അടുപ്പിക്കാനേ കൊള്ളില്ല എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ രാജ്യത്തെ വർഗീയ ഫാസിസം അത് തീവ്രമായി വിഴുങ്ങുന്നുവെന്ന ബോധ്യത്തിലാണ് 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്ന സഖ്യം രൂപീകരിച്ചത്. വളരെ കൃത്യമായി BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി സമാന മനസ്ഥിതിയുള്ള പാർട്ടികളെയെല്ലാം തന്നെ ഒന്നിച്ച് അണിനിരത്തി കോൺഗ്രസ് വലിയ പോരാട്ടം നടത്തിയതും ഗംഭീരമായിട്ടുള്ള ആ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് BJPയെ കേവല ഭൂരിപക്ഷത്തിൽ എത്തിക്കാതെ തകർത്തെറിയുകയാണ് ഉണ്ടായത്. എന്നാൽ BJPയെ ഇനി നേരിടാൻ കോൺഗ്രസും സഖ്യകക്ഷികളും മാത്രം മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം. AICC അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പറയുന്നു, അംഗീകൃത പാർട്ടികൾ അതായത് കോൺഗ്രസുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഔദ്യോഗിക പാർട്ടികൾ മാത്രം, അവർ മാത്രം ഇനി കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ മതിയാകുമെന്ന്. മറ്റുള്ളവരുമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ നീക്കുപോക്ക് മാത്രം നടത്തേണ്ട കാര്യമേ ഉള്ളൂവെന്നും അതിന് ഇന്ത്യ മുന്നണി എന്ന രീതിയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുമാണ് നിലപാട്. BJP പരസ്യമായി കളിയാക്കി അതിനെ ഇൻഡി അലയൻസ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇന്ത്യ മുന്നണിയുടെ തീവ്രമായിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ ബോധത്തെ ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ തെളിവാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അവർക്ക് കിട്ടിയ ആ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സർവ്വമേഖലകളിലും ഇന്ത്യ മുന്നണിയുടെ എഫക്റ്റ്, ഇന്ത്യ മുന്നണിയുടെ തരംഗം അതിതീവ്രമായിരുന്നു. എന്നാൽ ഏതാനും ചില സംസ്ഥാനങ്ങളിൽ BJPയെ സംബന്ധിച്ച് അവർക്കവിടെ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു. ഒഡീഷയിലും അതോടൊപ്പം തന്നെ ആന്ധ്രയിലുമൊക്കെ തന്നെ സീറ്റ് വർദ്ധിച്ചു, തെലങ്കാനയിലും വർദ്ധിച്ചു, മധ്യപ്രദേശിലും തൂത്തുവാരി. ഇതൊക്കെയാണ് BJPയെ 200 കടത്തിയതിൻ്റെ മുഖ്യ കാരണം. അത് ഉൾപ്പെടെയുള്ളതൊക്കെ വിലയിരുത്തപ്പെടുകയാണ് ഇവിടെ. കോൺഗ്രസ് നേതൃത്വം സമാജ്വാദി പാർട്ടിയെ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അവർ വളരെ കൃത്യമായി തന്നെ പറയുകയാണ്, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിൽ പങ്കെടുക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ട്, അത് പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് അവർ വളരെ കൃത്യമായി തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സമാജ്വാദി പാർട്ടിയുടെ ശക്തി ചെറുതല്ലാത്തതാണ്. കാരണം 37ഓളം MPമാരെയാണ് ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. കോൺഗ്രസ് ആകട്ടെ സഖ്യത്തിൻ്റെ ഭാഗമായി 6 സീറ്റുകൾ നേടിയെടുത്തു. ഒന്നിൽ നിന്നാണ് 6 സീറ്റിലേക്കുള്ള അവരുടെ ആ ഒരു കുതിപ്പെന്ന് പറയുന്നത്. 2009 21 സീറ്റാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് ഉത്തർപ്രദേശിൽ നേടിയെടുത്തത്. കോൺഗ്രസിന് ശക്തി കേന്ദ്രങ്ങൾ വർദ്ധിച്ചിരിക്കുന്നുവെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ തീർച്ചയായിട്ടും യോഗി ഭരണകൂടത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. UPA സർക്കാരിൻ്റെ തിരിച്ചുവരവ് അത് 2029 പ്രാവർത്തികമാകുമെന്നും അതോടെ വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ട്, ക്ഷീണം നരേന്ദ്രമോദിയുടെ പടിയിറക്കത്തോടുകൂടി BJPക്ക് നേരിടേണ്ടി വരുമെന്നും നേതാവില്ലാത്ത ഒരു പാർട്ടിയായി അത് മാറുമെന്നും തീവ്ര വർഗീയത മാത്രം പറയുന്ന അമിത്ഷായോ യോഗി ആദിത്യനാഥിനെയോ രാജ്യം അംഗീകരിക്കില്ല എന്നുള്ള തിരിച്ചറിവ് അതിപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണെന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ടാണ് RSS പോലും നിലപാട് കടുപ്പിക്കാത്തത്. നരേന്ദ്രമോദിയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ അദ്ദേഹം തുടരട്ടെ എന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വകാര്യ അഭിമുഖം തന്നെ അദ്ദേഹം അത് വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന് രാജിവെച്ചൊടിയേണ്ട സാഹചര്യം അനുഗമിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ചർച്ചയാവും. UPA പ്രാബല്യത്തിലേക്ക് വരുമ്പോൾ NDAയുടെ ശക്തി ചോർന്നു പോകുമെന്ന് ഉറപ്പിക്കാം. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.